ഞാൻ നമ്മുടെ മാമ്പുഴ പിന്നെ നമ്മുടെ ഫാക്ടറി റോഡിന്റെ മുന്നിലായിട്ട്, അതായത് മൂന്നുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രീൻ വാലി ഗാർഡൻസ്. അതായത് ഇതിൽ ഫ്രൂട്ട്സുകളുണ്ട്, ചെടികളുണ്ട്, പല ഐറ്റംസും സംഭവമായിട്ടുള്ള ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഉണ്ടാക്കുക പറഞ്ഞാലേ വട്ടി ഇതെങ്ങാണ്ട് വിൽപ്പന നടത്തുകയാണ്, അതും ചെറിയ വിലക്ക്. ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടികളൊക്കെ വളരെ ചെറിയ വിലക്ക്, കുറഞ്ഞ വിലക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ കൃഷി ഐറ്റംസുകൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്, ചെയ്യുന്നത്, വഡിങ്ങും കാര്യങ്ങളും എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരാളുണ്ട്. നിങ്ങളെ പേര്? വാപ്പുട്ടി ആലിങ്ങൽ. വാപ്പുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. വാപ്പുട്ടിയൊക്കെയാണ് ഇപ്പൊ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ഈ ഒരു കൃഷി നടത്തുന്നത്. പുറത്തൊന്നും ആരുമില്ല. എന്തായാലും നമുക്ക് ഇതിന്റെ വിവരങ്ങൾ വാട്ടിയാക്കാം അല്ലെ? നമുക്ക് നടന്ന് കാണിച്ചു കൊടുത്തൂടെ? എന്നാ പറഞ്ഞാണ് എങ്ങനെയൊക്കെയാണ് സാധനത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഇത് ഇൻഡോർ പ്ലാന്റുകളാണ്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കടയിൽ കിട്ടുന്ന എല്ലാവിധ ഇൻഡോർ പ്ലാന്റുകളും ചെറിയ പൈസക്കാണ്. ഞങ്ങളുടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് തൈകൾ ഉണ്ടാക്കാണ്. പിന്നെ അത് മാത്രല്ല, ഇത് കാണേണ്ടതായിട്ട് കുഞ്ഞുട്ടിനെ എന്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇതല്ലാതെ വേറെ സാധനം? ഇത് മാത്രല്ല, 3 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് വിശാലമായ കാഴ്ചക്ക് ഇത് ചെറിയൊരു കടയെന്ന് തോന്നും. അതാണ് ഞാൻ മുന്നിൽ എത്ര ചെറിയൊരു കട ഞാൻ വിചാരിച്ചത്. ചെറിയൊരു സംഭവമാണ്. പേരന്റ് വെക്കലോ? പേരന്റ് അന്നേരം നടന്നാണ് ഇന്ന സമയം കാണാലോ. അപ്പൊ സംഭവം കേരളത്. അപ്പൊ ഞാൻ ഇതിലെങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഒന്ന് പൗസ് നിൽക്കുന്നുണ്ട് ഇതിന്റെ ബാക്കില്. ഇവിടെയൊക്കെ വെച്ചിട്ടുള്ള മാവുകള്, പലവിധ മാവുകളൊക്കെ. ഇതൊക്കെ 5 ഐറ്റം മാവൊക്കെയാണ്. ഒരു മാവുമ്പോ തന്നെ 5ഉം 6ഉം ഐറ്റം മാവ്. എങ്ങനെ ഒരു മാവുമ്പോ 5 ഐറ്റം മാവാണ്. അത് എങ്ങനെ? അതെ, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു മാവ്, ഇതൊരു മാവ്, അങ്ങനെ 5 ഇനം മാവുകളാണ്. ഒരു മാവാ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കാണ്, ഇവിടെ വന്നാണെങ്കിൽ ഈ ഒരു മാവ് എത്ര നിങ്ങൾ ചെയ്തു തരുമോ ചോദിച്ചാൽ ചെയ്തു കൊടുക്കും? ചെയ്തു തരും. സമയമാണ്. പക്ഷെ ഒരു 4 മാസത്തിൽ ഞാൻ ഗ്യാപ്പ് കിട്ടണം. അവർ അഡ്വാൻസ് ഒന്ന് പോവാണെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പൊ ഇവിടെ സാധനം ചെയ്തു. ഇപ്പൊ ഓൾറെഡി സാധനം പേരുടെ ബാക്കിലുണ്ട്. ഇതവിടെ തന്നെ. ഇതിപ്പോ റോഡ് സൈഡ് നാരങ്ങ, ഇതൊക്കെ മാവാണ്. ഡ്രമ്മിലാക്കി വെച്ച മാവുകളാണ്. ഇതൊക്കെ ചെറിയ പൈസ ഉള്ളു. അല്ല, ഈ ഡ്രം, ഈ വലിയ ഡ്രം എങ്ങനെ നമ്മൾ കൊടുക്കുവോ? ഇത് ഡ്രം സെറ്റ് ചെയ്ത് കൊടുക്കും. കായ് ഡ്രം ഉണ്ട് നമുക്ക്. അങ്ങനെ മാവ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതൊക്കെ കവറിലുണ്ട് വലിയ വലിയ മാവുകൾ. കവർ കായ പിടിച്ച മാവുകളാണ്. കായ പിടിച്ച മാവ്. ഇത് ചെറിയ പൈസ ഉള്ളു. ചക്ക എല്ലാം ചക്ക ഇട്ടുകാണ്ട് ഉണ്ടാക്കി നോക്കിയതാ കണ്ടോളൂ. ഇതൊക്കെ നിങ്ങൾ ബഡ് ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊടുക്കും. ഇവിടെ ബഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും വലിയ പ്ലാവ് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് 500 റുപ്യക്കാണ്. 6 അടി പൊക്കമുള്ള പ്ലാവ് 500 ബഡ് ചെയ്ത് ഇതൊക്കെ കായ്ച്ചതാ, കായില്ലതാ. നിങ്ങളെ ഇത്രയും ചെറിയൊരു സാധനം ഇതിവിടെ വരുന്ന വേണം മക്കളെ ഇത് കാണണമെങ്കിൽ. നോക്കി ചക്ക ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന വരിക്ക് തൈ വെച്ച് നോക്കാണ് നിങ്ങള്. ഇതൊന്നല്ല, ഇനിയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലേറെ അപ്പൊ ബാക്കിലുണ്ടോ? ഇങ്ങോട്ട് കാണല്ലോ. 4 എപ്പിസോഡായിട്ട് എനിക്ക് വിടാനുള്ള സാധനങ്ങൾ. പടച്ചറബേ. അവിടെ കൊണ്ടുവരാലാക്കിന്റെ കാലുകളൊക്കെ ഉണ്ടല്ലോ. പൊന്നാര മക്കളെ, ഏതൊരു ലോകം തന്നെ. നോക്കി നമ്മളാ പെരന്റെ മുന്നിൽ കാണുമ്പോ ചെറിയ ഒരു സ്ഥാപനമാണ് ഇതിങ്ങനെ നടത്തുകയാണ് കരുതുന്നത്. കാരണം നിങ്ങള് ഇത് നമ്മളെ സ്റ്റാഫാണ്. ഇത് ചക്ക കണ്ടോളി. ഇതാണ് ചക്ക. ഇത് മൂത്തുകയാണ്. വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവിന്റെ ചക്ക. ഇത് എല്ലാരും പറയും ചെറിയ ചക്കയാണ്. ചക്ക ഇത് ചെറുതല്ല. ഇതൊരു 8 കിലോ വരെ തൂക്കം വരും. അപ്പൊ ആൾക്കാർ പലതും വെറുതെ ഓരോന്ന് പറയാം, നോക്കി നടത്തുകയാണ്. ഇത് വിൽക്കാനുള്ളതല്ല, ഇത് വിൽപ്പന. ഇത് മണ്ണിലാണ്. 3 വർഷമായ പ്ലാവ്. ഞങ്ങള് ചെറിയൊരു വീട്ടിലൊക്കെ നമുക്ക് സൗകര്യത ശല്യമില്ലാത്ത രീതിയിലാണ് ചെറിയൊരു പ്ലാവ്. ഇത് കുരുമുളക്. 18 അടി പോസ്റ്റ്. 18 അടി. ഇത് ഞങ്ങള് കണക്കൂട്ടുന്ന ഒരു കാലുമെന്ന് 10 കിലോ ഉണക്ക കുരുമുളക്. ഒരു കാലുമെന്ന് 10 കിലോ വേണം. അങ്ങനെ കണക്കാക്കി വെച്ചു. അതെ, അത് ഞങ്ങൾ ഉണ്ടാക്കും ഇവിടെ. ഇങ്ങനെ നമ്മൾ ഒരു 30 കാലിട്ടിട്ടുണ്ട്. ഒരു റബ്ബറും നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിഷ്യലി നമുക്ക് ഇവിടെ കുറച്ച് പൈസ ആദ്യം കൂടുന്നുള്ളൂ. 3-ാം വർഷം നമുക്ക് 10 കിലോ ഉണക്ക കുരുമുളകാണ്. 3-ാം വർഷം. ഇതൊക്കെ പ്ലാവൈകൾക്ക് പല വിധം ഉണ്ടല്ലേ? എല്ലാ വിധമുണ്ട്.
4 ഐറ്റം പ്ലാവ് ഉണ്ട് നമ്മൾ. അപ്പൊ നമ്മളിതില് പിന്നെ ഈ മൂച്ചി തൈകളൊക്കെ ഇങ്ങനെ റേറ്റ് വരുന്നത്? മൂച്ചി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത 8 രൂപ മുതൽ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്. 150 രൂപ മുതല്. റംബുട്ടാനൊക്കെ വലിയ റംബുട്ടാൻ കവറിലാക്കി വെച്ചേ. കവറിൽ ചെറിയ വിലക്ക് കൊടുക്കും. എത്ര കൊടുക്കുന്നത് വില നമ്മൾ കൊടുക്കാം. ചെറിയ വില കൂടിയിരിക്കുന്ന ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ നല്ല വിലക്ക് നമ്മൾ വീട്ടില് കൊണ്ടുപോയി ഇറക്കി കൊടുക്കും. വലിയ പ്ലാന്റ് ഒക്കെ, വലിയ സംഭവങ്ങളൊക്കെ. ഇതെന്നാലേ ഇന്ന് നിങ്ങൾക്ക് രസം കേൾക്കണ, ഇത് ആളുകൾക്ക് ഇത് കാണാനായിട്ടില്ലേ? കാരണം എന്താ വെച്ചാല് ഇങ്ങനത് കടന്റെ, ഞാൻ പറഞ്ഞ കടന്റെ മുന്നിൽ ഇങ്ങനെ നോക്കുമ്പോഴേ അവിടെ മാത്രം കുറച്ച് ചെടികളും കാര്യങ്ങളെ കിടക്കണുള്ളൂ. പക്ഷെ ഇതൊരു സംഭവം തന്നെയാണ്, ഒരു ലോകമാണ് മക്കളെ. ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ല. കുഞ്ഞുട്ടിയുടെ ഇത് അറിയണത് ഗ്രീൻ ഇറങ്ങിയ നേഴ്സറിന്റെ ഇതുണ്ടായതുകൊണ്ട് നാട്ടുകാർക്ക് ഇത് ചിലപ്പോ കിട്ടാതെ എവിടെ ഉണ്ടാകുക എന്താന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എന്താ മാവുകളാണ്, തൈകൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യണതാണ്. 150 റുപ്യ കാലാപ്പാടി എണ്ണ മാവ്. ഇതല്ലേ വട്ടി? ഇതാണ് വലിയ കവറില് 150 റുപ്യക്ക്. 150 റുപ്യ. അപ്പൊ വീഡിയോ കണ്ട നാട്ടിലെ എല്ലാ നാടൻ മാവുകളും ഉണ്ട്. കോമാങ്ങ മുതൽ എല്ലാ ഐറ്റംസുകളുണ്ട്. പ്ലാവ് ബഡ് ചെയ്ത്, പ്ലാവ് വട്ടി, എല്ലാ സാധനങ്ങളും ഇത് വട്ടി ചെയ്ത് വെച്ചതാണ്. ഇത് ബഡ് ചെയ്ത് വെച്ചതാ. ഇതൊക്കെ പിടിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതായിട്ട് നമുക്കൊരു വീഡിയോ എനിക്ക് ക്ലാസ്സായിട്ട് ഇട്ടിട്ട് നമുക്ക് എല്ലാം കുരുമുളക് ബഡ് ചെയ്യാം, ജാതി ബഡ്, അത് നമുക്ക് വീഡിയോ ബഡ് ചെയ്യാം. ആയിക്കോട്ടെ. ഇവിടെ സാധനങ്ങളുണ്ടല്ലോ, ജാതിക്കുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കവുങ്ങുണ്ട്, അതുപോലെ തന്നെ റംബുട്ടാൻ ഉണ്ട്, മറ്റെന്താണ് ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇതൊക്കെ വട്ടി വെച്ചിക്ക? ഇതൊക്കെ ബഡ് ചെയ്ത്. ഇതെന്താണ് ജാതിയോ? ഇത് ജാതി തൈ, അടുത്ത വർഷം വട്ടിയല്ല. ഇത് 50 രൂപ. 50 റുപ്യൊക്കെ നമ്മൾ ഇത് കൊടുക്കും. 50 രൂപ. പക്ഷെ അതിപ്പോ പരിമിതി ഉള്ളൂ, കുറച്ച് 50 തൈകളുള്ളൂ, കുറച്ചുള്ളൂ. അപ്പൊ ആദ്യം വരുന്നത് കിട്ടും, കൊടുക്കും. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ചോദിച്ചോണ്ട് ഇത് പിന്നെ പുല്ല് കൃഷിയായിട്ട് വേറെ ഉണ്ട്, ലൊക്കേഷൻ തന്നെ ഉണ്ട്. ഞാൻ ക്ലിപ്പ് വേണമെങ്കിൽ തരാം. അല്ല, ഇതെന്താണ് സംഭവം? ഇത് പുല്ല്, നിലത്തിരുന്ന പുല്ലാണിത്. ഇത് സാധാ പുല്ലല്ലേ? അല്ല, ഇതാണ് പേൾ ഗ്രാസ് പറഞ്ഞ പുല്ലാണിത്. പേൾ ഗ്രാസ് നിലത്തി നമ്മള് പതിക്കാല പുല്ല്. ഹൈറ്റ് കൂടുവോ? ഇല്ലല്ല, ഇത് നമ്മള് മറ്റേ പുല്ലുമാര് പൊന്തൂല. ഇത് ആകെ 2 ഇഞ്ച് പൊന്തുള്ളൂ. മറ്റേ ഇതിപ്പോ നമ്മള് സാധാ, ഇത് നമ്മളെ ബാംഗ്ലൂർ ഗ്രാസ്. അപ്പൊ ഇത് എത്ര? ഇതിന്റെ വളരെ ചീപ്പുള്ളൂ. ഇത് നമ്മള് ഒരടിക്ക് 20 രൂപയുള്ളൂ. ഒരടിക്ക് 20. മറ്റേതോ? മറ്റേതടിക്ക് നമ്മളിത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. ഇത് നമ്മള് 25 റുപ്യ കൊടുക്കാം. ഈ സാധനം ഇവിടെ ഉണ്ടോ? ഇത് എത്ര വേണേലുണ്ട്. ഉണ്ടല്ലേ? മുൻകൂർ ഓർഡർ തരികയാണെങ്കിൽ നമ്മള് എത്ര വേണേലും നമ്മള് ഫ്ലാറ്റിന് കൊത്തിയെടുക്കല്ലേ? ഇതാണ് നിങ്ങള് ചക്കയാണ് ഉണ്ടായി നോക്കാണ് നിങ്ങളെ. 1500 റുപ്യ. ഇത്ര വലിയ പ്ലാവ് 1500 വലിയ നമ്മള് സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. എവിടെയാണ്? എത്ര കിലോമീറ്റർ? 10 കിലോമീറ്ററിനുള്ളിൽ. 10 കിലോമീറ്ററിനുള്ളിൽ. അതെ, 10 കിലോമീറ്ററിനുള്ളിൽ സ്പോട്ടിൽ എത്തിച്ചേരുന്ന പറയുന്നത്. ഇതെന്താണ്? ഓറഞ്ച്. അതെ, ഇഷ്ടംപോലെ കായുണ്ടല്ലോ, ഇഷ്ടംപോലെ കായുണ്ട്. ഇവിടെ വരുന്ന വേണം, അപ്പളേ കാണുള്ളൂ. ഇഷ്ടംപോലെ കായുണ്ട്. ഓറഞ്ചാണ്. ഇത് വലിപ്പം വെക്കൂലേ? വെക്കേ. ഒരു 300 ഗ്രാം വരെ വരൂലേ? ഓക്കെ. അപ്പൊ ഇതാണ് പ്ലാന്റ് കണ്ടങ്ങള്. അപ്പൊ അത് നമ്മളിത് വേക്കുന്ന കാണുമ്പോളേ ഇനിയുണ്ടത്ര നടക്കന്നെ അങ്ങോട്ട്. ജാതി മരങ്ങളാണ് നിങ്ങള് ഉള്ളൊരു കൃഷി. നിങ്ങൾ ചെറുപ്പം മുതലേ കൃഷിന്റെ ഒരാളാണോ? ഞാനൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനാണ്. സൗദിയില് 18 വർഷം വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ചെറുപ്പത്തിൽ തന്നെ കൃഷിയോടാണ്. അതുകൊണ്ട് ഞാന് ഇപ്പോ ഈ മേഖലയിലാണ്. ഒരു 10 വർഷമായിട്ട് ഇതിന്റെ 6 വർഷമായി ഞങ്ങൾ സ്ഥാപനം തുടങ്ങി. 6 വർഷമായി. ഇപ്പൊ ഞങ്ങൾ ഇവിടെ 6ാമത്തെ വാർഷികമാണ്. ഞങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? നമ്മള് വീഡിയോ, ഈ കുഞ്ഞുട്ടി ഇരുന്ന ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അവരെ നമ്പറും വെച്ച് ഞങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വാട്സാപ്പ് നമ്പർ തരും. വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി. ഞങ്ങൾ ഈ ഒരു മാസം ലാസ്റ്റ് ഇത് നറുക്കെടുക്കും. അതായത് ജനുവരി 31 നറുക്കെടുക്കും. അപ്പൊ അതിൽ 10 പേർക്ക് 10 പേർക്ക്, അതായത് കൂടുതൽ ഷെയറിംഗ് നടത്തിയ അല്ല, ഒരു ഷെയർ ചെയ്ത് ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാല് അവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും.
ഇങ്ങോട്ട് അതിന് 10 ആളെ നറുക്കിടും. ആ 10 ആളില് 1000 രൂപയുടെ ഫ്രൂട്ട്സ് തൈ അവർക്ക് എന്താ വേണ്ടിച്ച അവരെ വീട്ടിൽ കൊടുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഒരു ഇതുമില്ല. അവര് പറയാ ഇനി 1000 രൂപ പ്ലാവ് ഇല്ല അല്ല അല്ല. പക്ഷെ അവരെ ഫോൺ നമ്പർ വിശദമായിട്ട് വെക്കണം, അവരെ കോണ്ടാക്ട് ചെയ്യാന്. ഇതിനപ്പുറം എന്ത് വീഡിയോ ഇങ്ങനെ ഒരു മെച്ചം കിട്ടണേ. കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മെത്തേഡുകളാണ് ഒക്കെ ഞങ്ങൾ ഇതുമെന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ തൈകൾ ഉണ്ടാകും. നല്ല നല്ല ഇനങ്ങളാണ്, ഒരുപാടുണ്ട്. ഈ ടവർ കുരുമുളക് കട്ട് ചെയ്തിട്ടാണ് തൈകൾ നല്ല ഇനങ്ങളാണ്. ഇത് കൂമ്പുക്കലുണ്ട്, കൈരളിണ്ട്, പന്നീരുണ്ട്, കരിമുണ്ടുണ്ട്, 6 ഐറ്റുണ്ട്. അതൊക്കെ കുരുമുളക്. ഇതൊക്കെ എങ്ങനെ പോയിക്കണ്? ഇത് ഞങ്ങള് കുരുമുളക് ഞങ്ങൾക്ക് നല്ല ഇനം വള്ളി ഉൽപ്പാദിപ്പിക്കാനുള്ളതാണ്. അതാണ് ഒരു കൃഷിക്കാരൻ മെനക്കെട്ടാലേ. ഇത് ഇവിടെ ഇതൊക്കെ എന്താ? അത് കുരുമുളക് ബഡ് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾ. ഇത് ബഡ് ചെയ്ത് വെച്ചത്? ഇത് തിപ്പല്ലിയിൽ ബഡ് ചെയ്ത് വെച്ചതാണ്. തിപ്പല്ലി? അതെ. നമുക്ക് അതിന്റെ പേരറിയില്ല, എന്താ ആളുകൾക്ക് അറിയാലോ, അറിയുന്നവർക്ക് അറിയാം. ഇതണ്ടല്ല, ഇത് വെള്ളത്തിലാണ് ഏറ്റവും ബെസ്റ്റ്. വളർച്ചക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് വെള്ളത്തിലാണ്. ചളിയിലും കൊണ്ട് വെച്ചാല് കുരുമുളക് പോകും. ഇതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് വീണ്ടും എടുക്കാം. വഡിങ് കാണിച്ചു കൊടുത്ത് നമുക്ക് ഇടണം. നിങ്ങളെ വഡിങ് സംഭവം ഇങ്ങനെ കാണണം. ഇത് നിങ്ങളല്ലേ ചെയ്യല്? ഒക്കെ ഞങ്ങൾ എന്തായാലും ഒന്ന് കാണണം സംഭവം. ഏതായാലും ഇതെന്താ? കുരുമുളക്. ഇത് കുരുമുളക് നമ്മൾ ബഡ് ചെയ്ത് കയറ്റിയതാണ്. തിപ്പല്ലിയാണ് ഈ സാധനം. തിപ്പല്ലി പറഞ്ഞ സാധനത്തിന് നമ്മൾ ബഡ് ചെയ്ത് കയറ്റിയതാണ്. ഇഷ്ടം പോലെ ഒരു തിരിയുടെ വലിപ്പം കണ്ടല്ലേ? നല്ല വരുമ്പോ കയ്യിന് ഉള്ളടി ഫുള്ളുണ്ട്. അതായത് നിരത്തിയുണ്ട് സാധനത്താ കുരുമുളക്, നിരത്തി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പണ്ടത്തെ മാതിരി തലാക്കിന്റെ മരം ഒന്നും വേണ്ടല്ലേ? മരണ്ട. അപ്പൊ നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ ശരിക്കും ഒറ്റ മരത്തുമ്മ കയറ്റിയാൽ മതി. മരത്തുമ്മ കയറ്റിയാൽ മതി. ഇനി വേറെ സംഭവം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഒഴിവില്ല, ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഒരു പണി കൂടിയും കാണിച്ചു തരാം. അതെന്താ? തേനീച്ചപ്പെട്ടിയാണ്. അതുകൊണ്ട് അവിടെ ചീപ്പ് റേറ്റിൽ ഞങ്ങൾ കൊടുക്കാണ്. അതവിടെ കാണിച്ചു തരാം. അതിലിപ്പോ തേന ഏതൊക്കെ ഐറ്റംസ് അല്ലേ? തേന് നമ്മളത് ചെറുതേന്റെ പെട്ടിയുണ്ട്, വലുതേന്റെ പെട്ടിയുണ്ട്. ഇതാ ചെറിയ പൈസ ഒക്കെ ഞങ്ങൾ കൊടുക്കും. റബ്ബർ കൂടി. പെട്ടി നമ്മളിപ്പോ 1350 റുപ്യക്കാണ് ഫുള്ള് പെട്ടി അടക്കം കൊടുക്കും. പെട്ടി അടക്കം ഫുൾ ദമ്മ് പെട്ടിയാണ്. ഒരു മാസം കൊണ്ട് നമുക്ക് തേൻ എടുക്കാം. ഇല്ലല്ല, ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. എനിക്ക് ഭയങ്കര പേടിയാ. പാറുണ്ട് പേടിയാ. ഇത് 1300 ഒരു പെട്ടി ഈച്ചും കൊടുക്കാം നമ്മള്. ഒരു പെട്ടിന്ന് 10 കിലോ തേൻ എന്തായാലും കിട്ടും ഒരു സീസണില്. 10 കിലോ പറഞ്ഞപ്പോ 300 റുപ്യ തേൻ. ഇതിപ്പോ വലുതേന്? അത് വലുതേന്. ചെറുതേനോ? ഈ ചെറുതേന അവിടെ ഉണ്ട്. ഉള്ളിലാണ് പോണ്ട. 100 പെട്ടി വരെ നമുക്ക് കൊടുക്കാണ്ടല്ലേ? 1300 റുപ്യക്ക് 1350 കുറവില്ല. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് തേനെടുക്കാം. ഓക്കെ. ഇപ്പൊ ചെറുതേന് ഇനി അപ്പുറത്ത് കൊണ്ടേ? അത് നമുക്ക് പിന്നെ എടുക്കാം. അത് ഇനിയിപ്പോ അതിലൊക്കെ പോണെങ്കിലേ വീഡിയോ അല്ലെങ്കിൽ തന്നെ പേരില്ല ഉണ്ടാവും. അല്ല, സംഭവം പൊളിച്ചിട്ടില്ല. ഞാനത് ഇങ്ങനൊരു സംഭവം നമ്മളെ ഈ ഒരു ഭാഗത്തുള്ളതേ. നമ്മളെ ഇല്ലുകുത്ത് മാനുട്ടി അദ്ദേഹത്തിന്റെ ഫാം പോയിരുന്നു. വീഡിയോ ഇട്ടിരുന്നു നാളെ. പുല്ലുവട്ട അഡോൺ ജ്വല്ലറിന്റെ. അതെ. അപ്പൊ എന്തായാലും ഒരു കൃഷി ഉള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഏത് ഫ്രൂട്ട്സ് തൈകൾ ആണെങ്കിലും, ഏത് ഫ്രൂട്ട്സ് തൈകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വെക്കേണ്ട ചെടികള്, അതുപോലെ തന്നെ പുല്ലുകള്, അതോടൊപ്പം തന്നെ നമുക്കുള്ള ഈ ഒരു ചെടിച്ചട്ടികൾ, അത് ഡ്രം അടക്കം പല ഡ്രമ്മുകളും ചെറുതും. 1 രൂപ മുതൽ ചെടിച്ചട്ടി ഉണ്ടെന്നാ പറയുന്നത്. 1 രൂപ മുതൽ. അത്തിപ്പഴം അല്ലേ? അത്തിപ്പഴം ഇത് നമ്മളെ പുറത്ത് കാണുന്ന അത്തിയല്ല. പൈപ്പായിട്ടില്ല. നല്ല മഞ്ഞ കളറായി. നമ്മളെ പീടിയിൽ പറഞ്ഞിട്ട് സാധനം നമ്മളെ പീടിയില് ഉണക്കി വരുന്നില്ലേ? ഇത് സംഭവം മനസ്സിലാക്കി. നമ്മളെ ഈ ഒരു ബദാം, അണ്ടിപ്പരിപ്പ്, അതുപോലെ സാധനങ്ങൾ അത്തിപ്പായക്കിട്ട് ഇങ്ങോട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച സാധനമാണ് ഇത്. അതിന്റെ തൈയുണ്ട് ഇവിടെ. അപ്പൊ ഇത് മധുരമുണ്ട്, ചെറിയൊരു മധുരം. പൂപ്പായിട്ടുള്ളൂ, പൂപ്പാണുള്ളൂ. ഇതിനാലിപ്പോ കളർ വരില്ലേ? ചെറിയൊരു മധുരമുണ്ട് സംഭവം. വാട്ടേക്ക് നിന്നു കൂടുതൽ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ. ഞാൻ എന്താ വെച്ചാല് ഫുള്ളായിട്ട് ഇത് കവർ ചെയ്ത് വെച്ചാൽ തന്നെ നമ്മളെ വീഡിയോ പെരും ലെങ്തായി മാറും. ഒന്നത്
രണ്ടാമത് ഓരോരോ സംഭവം നമ്മൾ ഓരോ ചെടികളായാലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ട്സ് തൈകളായാലും കുരുളകാരം എന്തായാലും തെങ്ങ് കവുങ്ങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോരോന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ വലിയ ലെങ്ത് ആകും. അപ്പൊ ഇവിടെ വന്ന് കാണുന്ന വേണം, കൂടുതൽ പേക്കാനൊന്നുമില്ല. നമ്മുടെ ചുങ്കത്തുനിന്ന് മഞ്ചേരി റോഡാണ് പോരുക. തുവൂരിൽ നിന്നും തന്നെ കരുവാൻ റോഡിന് പോരുമ്പോ മാമ്പുഴ ഫാക്ടറി റോഡ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലതാണ്ടങ്ങൾ ഇതിപ്പോ ഫാക്ടറി, ഇവിടെ ഈ ഒരു ജംഗ്ഷനാണിത്. ഇത് ഫാക്ടറി റോഡാണ്. ഇത് നമ്മുടെ മഞ്ചേരി റോഡാണ്. ഇത് കരുവാരക്കുണ്ട് റോഡാണ്. അപ്പോ ഇവിടെ തന്നെ ബോർഡും ഉണ്ട്. വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതേമാതിരി തന്നെയാണ് സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കാണണം. നമ്മള് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനത്തെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള എന്താ വെച്ചാൽ ഈ വഡ്ഡിങ്ങിന്റെ സംഭവം, അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെ വഡ്ഡി വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടു, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഓഫർ മറക്കണ്ട. 1-ാം തീയതി മുതൽ ജനുവരി 1 മുതൽ ജനുവരി 30 വരെ നമ്മുടെ ഈ കാണുന്ന ഈ അടി കൊടുത്ത നമ്പർ ഇതാ. ആ നമ്പറിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. കറക്റ്റ് നമ്പറാണ്. എന്നിട്ട് അതിന് നമ്മളൊരു 10 ആളുകളെ നമ്പർ കറക്റ്റ്, നിങ്ങൾ നമ്പർ കറക്റ്റ് കൊടുക്കണം. കാരണം 10 ആളുകളെ നറുക്കെടുക്കും. ആ നറുക്കും ഞാനിതിൽ ഉൾപ്പെടുത്തി തരണ്ടേ. നറുക്കെടുക്കണം അന്ന് ഞാൻ വന്നിങ്ങാണ്ട് ഒഴിവില്ലെങ്കിലും ഞാനത് എടുത്ത് നിങ്ങൾക്ക് പങ്കുവെച്ച് തരണ്ടേ. എന്നിട്ട് ആ നറുക്കെടുക്കുന്ന ആളുകൾക്ക് ആ വീട്ടിൽ പോയിങ്ങാണ്ട് 1000 രൂപയുടെ ഫ്രൂട്ട്സോ എന്ത് തൈകളാണെങ്കിലും അത് പ്ലാന്റ് ചെയ്യും എന്നാണ് നമ്മുടെ വാപ്പുട്ടിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പരമാവധി ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കരുവാരക്കുണ്ട് പഞ്ചായത്ത് തുവൂർ പഞ്ചായത്ത് വലിയ ദൂരമൊന്നുമില്ല. നമ്മുടെ പൊടുവണിക്കൊന്ന് കുറച്ചുകൂടി പോരുമ്പോൾ ആ ഒരു തുവൂർ പഞ്ചായത്തിലാണ് ഇതുള്ളത്. അപ്പൊ എന്തായാലും ഇത് ആളുകളിലേക്ക് എത്തണം, ആളുകൾക്ക് ഉപകാരപ്പെടണം. കാരണം അന്വേഷണം നടക്കുന്നവർക്ക് എന്തായാലും ഇതൊരു ഉപകാരം തന്നെ. എന്തായാലും വേണമെങ്കിൽ പ്ലാന്റ് ഒന്ന് കാണുന്നേ വേണം.